ഹലോ! എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പോൾ ഞങ്ങളിന്ന് മഹാബലേശ്വറിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. ഞങ്ങളിതാ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടല്. അപ്പോൾ അങ്ങോട്ട് ലഞ്ച് കഴിക്കാൻ പോവാണ്. എൻ്റെ മൈക്ക് ബന്ദായിരുന്നു. എൻ്റെ മൈക്ക് ഓഫായിരുന്നു. അത് കാരണം വോയിസ് വന്നില്ല. അത് കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഞങ്ങൾ കഴിക്കാൻ പോണത്, ഹോട്ടലും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമോൺ. ഞങ്ങളിതാ ഈ ഹോട്ടലിലാണ് പോകുന്നത് കേട്ടോ. ഇത് ചെറിയൊരു ഹോട്ടലാണ്. പനോരമ കഫേ. ദി പനോരമ കഫേ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പോണത്. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല വലുതാണ് കേട്ടോ. ഇവിടെ അവിടെ വടാപ്പാവൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാറ്റീസ് അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത് പാറ്റീസാണ് കേട്ടോ. പാറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നിറച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കത്തില്ലേ, പുഴുങ്ങിയെടുക്കില്ല, എന്താണ് പറയുക, പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ മെയിൻ ഫുഡുകളാണ്. എന്താ വടാപ്പാവുണ്ട്, അവിടെ ചായ, കോഫി, മാഗി. ഇത് പാവാണ് കേട്ടോ. ഇത് നമ്മളുടെ നാട്ടിൽ ഇങ്ങനത്തെ പാവ കിട്ടൂല. നമ്മുടെ നാട്ടിൽ ബണ്ണ് പറഞ്ഞ കേട്ടോ, ഇത് പാവാണ്, മൈദര പാവാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ പ്രശ്നമൊന്നുമില്ല. അവിടെ ബട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ്, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പുറത്തെ ഹോട്ടലിലൊക്കെ പോയാൽ ഭയങ്കര റേറ്റ് ആണ്. ഇവിടെയാണ് കുറച്ച് കംഫർട്ടബിൾ തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പാറൂന്ന് പറഞ്ഞ് ഞങ്ങൾ മാഗിയാണ് അല്ലേ, പ്ലെയിൻ മാഗി അല്ലേ. ഫുഡ് വരട്ടാ. അതെന്താ വാങ്ങി? അതിന് മോൾ എന്തൊക്കെയാ വാങ്ങിയത് മാർക്കറ്റിൽ നിന്ന്? ഒരു ചെറിയൊരു മാർക്കറ്റിൽ നിന്ന് എൻ്റെ മോള് വാങ്ങിയതാണ്. എന്താ പറയാ, മങ്കി ക്യാപ്പ് അല്ലേ? എന്താ, അയ്യോ അടിപൊളി അല്ലേ. ഇവിടെ ഒരു ഉണ്ടാകാണ്, അതിന് ഇങ്ങനെ വയ്ക്കാൻ മതി. ഓരോ സൈഡ് ഓരോന്നും, പിന്നെ ഒരുമിച്ച് അമർത്തിയാൽ രണ്ടും പോകും. വെരി ഗുഡ്. അങ്ങനെ എൻ്റെ മോളുടെ മാഗി വന്നു. ഇങ്ങനെ കഴിച്ചു നോക്കണം. മാഗി എങ്ങനെയുണ്ട്? അവൾക്ക് ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയത് മാഗി മാഗിയാണ്. ഇത് മോൾക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയ മാഗിയാണ്. അതിൽ എരിവും ഒന്നും ഇല്ല കേട്ടാ. ചൂടുണ്ടോ? മെല്ലെ കഴിച്ചാൽ മതി, മുഴുക്ക കഴിക്കണേ. എങ്ങനെയുണ്ട് മാഗി? നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ടോ? മാഗി ഇഷ്ടപ്പെട്ടോ? ഇത് പാറോന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മാഗിയാണ്. അതിൽ മുളകൊന്നും ഇട്ടിട്ടില്ല, ഒരു മാഗി മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മോൾക്ക് കഴിക്കണം കേട്ടോ. രസമുണ്ടല്ലേ? വെരി ഗുഡ്. അങ്ങനെ എൻ്റെ വടാപ്പാവ് വന്നിട്ടാ. ഇതാണ് മഹാരാഷ്ട്രൻ വടാപ്പാവ്. ഞാൻ കുട്ടിക്കാലത്ത് കുറേ കഴിച്ചതാണത്. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണ് എൻ്റെ. വടാപ്പാവ്, ചട്നി, പിന്നെ പൊടി, പിന്നെ ഒരു മുളകും. പപ്പടം എന്താണ്? പാവ് ഭാജി അല്ലേ? പാവും പിന്നെ ഭാജിയും. പാവ് എങ്ങനെയുണ്ട്? മമ്മിയുണ്ടാ? അമ്മയും പാവ് ഭാജി എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പാറുണ്ട് പിന്നെ മാഗി അല്ലേ? കഴിച്ചു നോക്കി, ഒരു ബൈറ്റ് അടിച്ചു നോക്കി. അത് മുളക് വെക്കണ്ട. കഴിച്ചു നോക്കി. ലിമോൺ ഇഷ്ടമല്ലാത്ത, എനിക്ക് ഇഷ്ടമല്ലല്ലോ വടാപ്പാവ്. ഒന്ന് കഴിച്ചാൽ മതിയേ. ഇത് മഹാരാഷ്ട്രത്തെ ഏറ്റവും സെല്ലിംഗ് ആവുന്ന ഡിഷാണ് വടാപ്പാവ്. കാരണം മഹാരാഷ്ട്രത്തെ നാഷണൽ ഫുഡാണത്. ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ചില തട്ടുകടകളുണ്ടാവും. ആ തട്ടുകടകളിൽ അവർ ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് തന്നെ വട എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കും. അവിടുത്തെ വടപാവൊക്കെ കഴിക്കുന്ന സ്ട്രീറ്റിൽ നിന്ന് ഇത് അടിപൊളി വടപാവ്, നല്ല ടേസ്റ്റാണ്, നല്ല ചൂടും ആ ചട്നിയും ഇതൊക്കെ ആയിട്ട്. ഇനി ഞാൻ പറഞ്ഞത് വെജ് ബിരിയാണി കേട്ടോ. മഹാരാഷ്ട്രത്തെ വെജ് ബിരിയാണി നോക്കി കാണിച്ചു കൊടുക്ക്. ഇതെന്താ, ഇതാണ് ഇവിടുത്തെ വെജ് ബിരിയാണി. ഇത് മുകളിൽ ഇതാണ് ചീസാണത്, ചീസ് ടോപ്പിംഗ്. കഴിച്ചു നോക്കട്ടെ. അതിനുള്ളിലേ
എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളുണ്ട്. ഇത് ഒരാളെ കൊണ്ട് കഴിച്ച് തീരൂല കേട്ടോ. ഇതേ ഒരാളെ കഴിക്കാൻ പറ്റൂല, അത്ര ഉണ്ട് ഇത്. ക്വാണ്ടിറ്റി നല്ല ഉണ്ട് ഇതിൽ. സ്പൂണില്ലേ, ഇത് സർവിങ് സ്പൂണാണ്. ഇതിൽ മട്ടർ ഉണ്ട്, ബീൻസ് ഉണ്ട്, ഇതാണ്ടാ ഇതാ ഇത് ചീസാണ്, പിന്നെ കുരുമുളക്, കുറേ ഐറ്റംസിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. നമ്മൾ കേരളത്തിൽ വെജ് ബിരിയാണി കഴിക്കുമ്പോൾ വെറും വല്ല റൈസാവും, പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറ്റം പറയല്ല കേട്ടോ, എല്ലായിടത്തും ഓരോ കുറ്റം പറയല്ല, അതാണ് എല്ലാ സ്ഥലത്തും ഓരോരോ രീതിയാണ്. ഇത് മഹാരാഷ്ട്ര ബിരിയാണിയാണ്, മഹാരാഷ്ട്രത്തെ വെജ് ബിരിയാണി. കേരളത്തിലെ നോൺ വെജ് ബിരിയാണി ഒക്കെ സൂപ്പറാണ്. പിന്നെ പനീറുണ്ട് കേട്ടോ ഇതില്, നോക്കി പനീറൊക്കെ ഉണ്ട് ഇതില്. കേരളത്തിലെ വെജ് ബിരിയാണിയിൽ പനീർ ഉണ്ടാവാറുണ്ടോ? അല്ല, കേരളത്തിലെ വെജ് ബിരിയാണി അത്ര ടേസ്റ്റ് അല്ല, പക്ഷെ നോൺ വെജ് ബിരിയാണി സൂപ്പറാണ്. ടേസ്റ്റ് ഉണ്ട്, എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നോർമലാണ്. പക്ഷെ കണ്ടാല് കുറച്ച് എരിവുണ്ടെന്ന് തോന്നുന്നു, സ്പൈസിയാണ് കണ്ടാൽ തോന്നുന്നു അല്ലേ. ഇത് പുതിന ഇലയൊക്കെ നിറച്ചിട്ടുണ്ട്. പുതിന ഇല, പിന്നെ ധനിയ മല്ലിയില, പനീർ, ഇതൊക്കെ ഉണ്ട്. ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി, ഞാൻ വെജ് ബിരിയാണി ആയിരുന്നു, പപ്പയും മമ്മിയും കഴിച്ചത് പാവ് ഭാജി, മോള് കഴിച്ചത് മാഗി. മാഗിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വടപ്പാവൊക്കെ? മിസൽ പാവ് എങ്ങനെയാണ്? മിസൽ പാവ് അല്ല, മിസൽ പാവ് അല്ലാതെ പാവ് ഭാജി പപ്പ കഴിച്ചിരുന്നു. പപ്പ കഴിച്ചല്ലോ, പേര് മറന്നുപോയി. എന്നിട്ട് ഭക്ഷണം കഴിച്ചു, എന്താന്നറിയില്ല. കഴിച്ചത് പാവ് ഭാജി, എന്റെ പറയാണ് മിസൽ പാവ് കഴിച്ചെന്ന്. പാവ് ഭാജിയാ കഴിച്ചത്. അല്ല, രണ്ട് ഫുഡിന്റെ കൂടി പേര് ഒന്നിച്ച് തന്നല്ലോ പപ്പ. അത് വേറെ, അത് വടാപ്പാവിന്റെ വടാഭാജിന്ന്. കാരണം അതെന്താണെന്നറിയോ, വടാപ്പാവും കഴിച്ചായിരുന്നു, പാവ് ഭാജിയും കഴിച്ചായിരുന്നു, അപ്പൊ വടാഭാജി എന്നായിരുന്നു. അപ്പോ ഞങ്ങൾ ഇതുവരെ പോകുമ്പോ ചെറിയൊരു ഹോട്ടൽ കണ്ടതാണ്. ഇത് ചെറിയ തട്ടുകട മാറിയായിരുന്നു. കയറി കഴിഞ്ഞപ്പോ വലിയൊരു ഹോട്ടൽ വന്ന് ചെറിയൊരു ലൈറ്റ്ലി പുറത്തുനിന്ന് കാണുമ്പോ ചെറുത്, പക്ഷെ കയറി കഴിഞ്ഞപ്പോ വലിയ ഹോട്ടലല്ലേ. ഇപ്പൊ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, നല്ല രീതി. പിന്നെ കണ്ണട വെച്ചത് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്, ഒന്നും തോന്നരുത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ പറഞ്ഞേ.